ദേശീയപാത വികസനത്തിനായി ചേപ്പാട് സെന്റ് ജോർജ് പള്ളിയുടെ പൗരാണികമായ കൽക്കുരിശ് പൊളിച്ച സംഭവത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി. സംഭവത്തിൽ സംസ്ഥാന പോലീസ് മേധാവിയോടും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി ചേപ്പാട് സെന്റ് ജോർജ് പള്ളിയുടെ പൗരാണികമായ കൽക്കുരിശ് പൊളിച്ച സംഭവത്തിൽ സർക്കാർ നടപടി തുടങ്ങി. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരാതിയിൽ സംഭവം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിയോടും സംഭവത്തെക്കുറിച്ച് റിപ്പോർട്ട് തേടി. ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിനായി ബുധനാഴ്ച വൈകിട്ടാണ് പുരാതനമായ കൽക്കുരിശ് യന്ത്ര സഹായത്തോടെ പൊളിച്ചത്. ഇതോടെ പ്രദേശത്ത് സംഘർഷവും ഉടലെടുത്തിരുന്നു. ചേപ്പാട് പള്ളിയുടെ മുൻഭാഗം പൊളിക്കുന്ന തരത്തിലായിരുന്നു ദേശീയപാതയുടെ ആദ്യ രൂപരേഖ. പിന്നീട് ഓർത്തഡോക്സ് സഭയുടെ പരാതി പരിഗണിച്ച് പള്ളി നിലനിർത്തുന്ന വിധത്തിൽ രൂപരേഖ പരിഷ്കരിച്ചിരുന്നു. ഇതനുസരിച്ച് ചേപ്പാട് ജംഗ്ഷനിൽ 500 മീറ്റർ നീളത്തിൽ ഉയരപാതയാണ് നിർമ്മിക്കുന്നത്. എങ്കിലും കുരിശ് പൊളിച്ചു മാറ്റിയാലേ ഈ ഭാഗത്ത് ദേശീയപാത നിർമ്മാണം പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അധികൃതരുടെ വിശദീകരണം. അതേസമയം മുന്നറിയിപ്പ് കൂടാതെയാണ് കൽക്കുരിശ് തകർത്തതെന്ന് ആരോപണം നിലനിൽക്കുകയാണ്. ഇത് സംബന്ധിച്ച് മാവേലിക്കര ഭദ്രാസനാധിപൻ എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപ്പൊലീത്ത മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയിട്ടുണ്ട്. CDNet ന്യൂസ്, കായംകുളം.